വെൽക്കം ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. എന്താണ് ലാംഗ്വേജ് ഡിസോർഡർ അല്ലെങ്കിൽ ഭാഷാ വൈകല്യം? വിവിധ തരം ഭാഷാ വൈകല്യങ്ങൾ ഏതൊക്കെ? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ? കോസസ് ഓഫ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. അസസ്മെൻറ്റ്, എങ്ങനെ അത് നമ്മൾക്ക് അസസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. Language disorder is a communication disorder in which a person has difficulty in learning and using various forms of language, that is spoken, written, sign language. വളരെ സിമ്പിളായുള്ള ഒരു ഡെഫിനിഷനാണ്. ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറാണ്. അതായത് ആശയവിനിമയത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുന്നത്. അത് പ്രധാനമായും ന്യൂറൽ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് വരുന്നതാണ്. അതായത് ബ്രെയിൻ ഡാമേജ് കൊണ്ടോ ബ്രെയിനിൻ്റെ വികാസത്തിൻ്റെ പ്രശ്നം കൊണ്ടോ വരുന്നതാണ് ഈ ഒരു ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് പ്രധാനമായും ഡെവലപ്മെൻ്റൽ ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒന്നുകിൽ ജന്മനാൽ ഉള്ള പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്ന പ്രശ്നം കൊണ്ടോ ഉണ്ടാകുന്ന ലാംഗ്വേജ് ഡിസോർഡേഴ്സാണ് നമ്മളുടെ ഡെവലപ്മെൻ്റൽ ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. അത് കുട്ടിയുടെ വയസ്സ് കൂടുന്നതനുസരിച്ചിട്ട് ആ പ്രോബ്ലം നിലനിൽക്കുകയും ഒരുപക്ഷെ അത് അഡൽഹുഡ് വരെ നീണ്ടു നിൽക്കുകയും അതിനുശേഷവും അത് നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ചില ബ്രെയിൻ ഡാമേജുകൾ ഇറിവേഴ്സിബിൾ ആണ്. അത് തിരിച്ച് പഴയ ഫങ്ഷനിലേക്ക് വരാൻ പ്രയാസമാണ്. നമ്മൾക്കറിയാം, ന്യൂറോൺസ് ലിമിറ്റഡ് നമ്പേഴ്സ് ന്യൂറോൺസ് ആണ് നമ്മളുടെ ബ്രെയിനിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് പേഴ്സിസ്റ്റ് ചെയ്യും. ലൈഫ് ലോങ് അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഓക്കെ, അഡൽഹുഡിൽ വരുന്ന ലാംഗ്വേജ് ഡിസോർഡേഴ്സ് പ്രധാനമായും എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന ബ്രെയിൻ ഡാമേജുകളാണ്. അത് ലാംഗ്വേജ് ഡിസോർഡറിന് വകവയ്ക്കുകയും ചെയ്യുന്നു. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ആൻഡ് അഡൽട്ട് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. ഇതൊരു ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ്. അതായത് ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിൽ തന്നെ പലതരം ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ഉണ്ട്. അഡൽട്ട്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിലും പലതരം ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ഉണ്ട്. ആദ്യമായി നമുക്ക് എന്താണ് ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡർ എന്ന് നോക്കാം, അല്ലെങ്കിൽ CLD. It is also called as developmental language disorders because developmental സ്റ്റേജിൽ ഇവോൾവ് ചെയ്തു വരുന്ന ഒരു ലാംഗ്വേജ് ഡിസോർഡർ ആയതുകൊണ്ട് അതിനെ ഡെവലപ്മെൻ്റൽ ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ മെൻ്റൽ റിട്ടാർഡേഷൻ, സെറിബ്രൽ പാൾസി എന്ന് വേണ്ട അസുഖങ്ങളൊക്കെ ഒരു പക്ഷേ ജന്മനാലുള്ള പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടോ ഉണ്ടാകുന്ന ബ്രെയിൻ ഡാമേജ് കൊണ്ടോ വരുന്ന അസുഖങ്ങളാണ് നമ്മുടെ ഈ ഒരു സെറിബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ പോലെയുള്ള അസുഖങ്ങൾ. അപ്പോൾ ഇത് കുട്ടിയുടെ ജനിച്ചത് മുതൽ അല്ലെങ്കിൽ ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയും അത് കുട്ടിയുടെ ഭാഷാ വികാസത്തിൻ്റെ എല്ലാ സ്റ്റേജിലും പ്രകടിപ്പിക്കുകയും ഒരുപക്ഷെ അത് അഡൽഹുഡിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. അതായത് പ്രായപൂർത്തിയായതിനു ശേഷവും ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ഡെവലപ്മെൻ്റൽ ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഭാഷാ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ തന്നെ, അതായത് സംസാര ഭാഷ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ആ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്ന അസുഖങ്ങളായതുകൊണ്ടാണ് അതിനെ ഡെവലപ്മെൻ്റൽ ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലാംഗ്വേജ് ഡിസോർഡറിനെ രണ്ടായി തരംതിരിക്കാം: ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡർ ആൻഡ് അഡൽട്ട് ലാംഗ്വേജ് ഡിസോർഡർ. അതിൽ ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ വീണ്ടും നമ്മൾക്ക് പ്രധാനമായും അഞ്ചായി തരംതിരിക്കാം. അതിൽ ആദ്യത്തേത് മെൻ്റൽ റിട്ടാർഡേഷൻ, പിന്നെ സെറിബ്രൽ പാൾസി, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ലേണിംഗ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ADHD. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചൈൽഡ്ഹുഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. അതിലാദ്യം നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് മെൻ്റൽ റിട്ടാർഡേഷനെ കുറിച്ചാണ്. എന്താണ് മെൻ്റൽ റിട്ടാർഡേഷൻ?
Mental retardation refers to significantly sub-average general intellectual functioning, resulting in or associated with concurrent impairments in adaptive behavior and manifested during the developmental period. അപ്പോൾ ഇവിടെ സബ് ആവറേജ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോ ഐ ക്യു ആണ്, ലോ ഐ ക്യു വാല്യൂ. അതായത് ഒരു സബ് ആവറേജ് ഐ ക്യു വാല്യൂ. നമുക്കറിയാം ഒരു നോർമൽ ആവറേജ് ഐ ക്യു എന്ന് പറയുന്നത് അറൗണ്ട് 90 ആണ്. ഒരു 75നും താഴെ അല്ലെങ്കിൽ 70ക്കും താഴെയാണ് ഐ ക്യു നിൽക്കുന്നതെങ്കിൽ, അല്ല ബിലോ 75 ഓർ 70, അതിനെ നമ്മൾക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ലോ ഐ ക്യു ആണ്. അത് മാത്രമല്ല മെൻ്റൽ റിട്ടാർഡേഷൻ എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് വരുന്നത്. കാരണം ഏതെങ്കിലും 3 അഡാപ്റ്റീവ് സ്കിൽസിൽ ഇമ്പയർമെൻറ്റും കൂടെ ഉണ്ടാവണം. ഓട്ടോമാറ്റിക്കലി ഈ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ്ങിൽ പ്രശ്നമുണ്ടെങ്കിൽ, ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് സബ് ആവറേജ് ആണെങ്കിൽ അഡാപ്റ്റീവ് സ്കിൽസിലും അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. അഡാപ്റ്റീവ് സ്കിൽസിലും അത് ബാധിക്കും, അല്ലെങ്കിൽ അഡാപ്റ്റീവ് സ്കിൽസിനെയും അത് ബാധിക്കും. ഇവിടെ അഡാപ്റ്റീവ് സ്കിൽസ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ചില സ്കില്ലുകളാണ്. അതായത് ഉദാഹരണത്തിന് സെൽഫ് കെയർ, അതായത് ബാത്തിങ്, ഡ്രസ്സിങ്, ഫീഡിങ്, അതായത് കുളിക്കുക, വസ്ത്രം ധരിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ നമ്മൾക്ക് അത് ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മുടെ മറ്റാരെങ്കിലും നമുക്കത് ചെയ്തു തരണം. പക്ഷേ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് അത് നമ്മൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി മാറും. നമ്മൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. ഒരു ആവറേജ് ഐ ക്യു അല്ലെങ്കിൽ നോർമൽ ഐ ക്യു ഉള്ള ഒരാൾക്ക് ഈ പറയുന്ന സെൽഫ് കെയർ സ്കിൽസ് എല്ലാം സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ സബ് ആവറേജ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ഉള്ള ആൾക്ക്, അതായത് ലോ ഐ ക്യു വാല്യൂ ഉള്ള ഒരാൾക്ക് ഈ സെൽഫ് കെയർ ഫങ്ഷനിങ് ചെയ്യാൻ പ്രയാസമുണ്ടാകും. അതിൽ തന്നെ മിനിമൽ ഓർ മൈൽഡ് പ്രോബ്ലമേ ഉള്ളൂ, ഇല്ലെങ്കിൽ മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷൻ ആണ്, അല്ലെങ്കിൽ മിനിമൽ മെൻ്റൽ റിട്ടാർഡേഷൻ ആണെങ്കിൽ ഈ സ്കില്ലൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും. ചില സ്കില്ലുകളിൽ അവർക്ക് സപ്പോർട്ട് വേണ്ടി വരും. പക്ഷേ ഈ മെൻ്റൽ റിട്ടാർഡേഷൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ചിട്ട് ഈ സ്കില്ലുകൾ, അഡാപ്റ്റീവ് സ്കില്ലുകൾ പെർഫോം ചെയ്യാനുള്ള അവരുടെ കഴിവ് കുറഞ്ഞു വരും. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മൾക്കറിയാം നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കഴിവാണ് അല്ലെങ്കിൽ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസിങ് വെർബൽ ആൻഡ് നോൺ വെർബൽ ലാംഗ്വേജ്. വെർബലായിട്ടും നോൺ വെർബലായിട്ടും ലാംഗ്വേജിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശയവിനിമയം പ്രോപ്പറായിട്ട് നല്ലവണ്ണം നടന്നിട്ടില്ലെങ്കിൽ, സാധ്യമായിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിനെ വളരെ സാരമായി തന്നെ ബാധിക്കും. അപ്പോൾ വൺ ഓഫ് ദി അഡാപ്റ്റീവ് സ്കിൽസാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈ ഒരു സബ് ആവറേജ് മെൻ്റൽ ഫങ്ഷനിങ് അല്ലെങ്കിൽ സബ് ആവറേജ് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ്ങുള്ള ഒരാളിൽ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മിനിമൽ ടു മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, കുറേയൊക്കെ ഉണ്ടാവും. ഇതൊരു നോർമൽ ഐ ക്യു ഉള്ള ആൾ ഉപയോഗിക്കുന്ന അത്ര തന്നെ പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുറേയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഈ മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ള ആളിൽ എഫക്റ്റഡ് ആയിരിക്കാം. പിന്നെ അടുത്തതാണ് സോഷ്യൽ സ്കില്ല്. അപ്പം നമ്മളെ ഈ സാമൂഹിക ജീവിതത്തിൽ സോഷ്യൽ സ്കില്ല് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ഹ്യൂമൻസ് ആർ സോഷ്യൽ ആനിമൽസ് എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് സോഷ്യലൈസേഷൻ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മെയിൻറ്റെയിനിങ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് ആൻഡ് സോഷ്യൽ ക്യൂസ്, അണ്ടർസ്റ്റാൻഡിങ് ഫെയർനെസ് ആൻഡ് ഹോണസ്റ്റി, ഒബേയിങ് റൂൾസ് ആൻഡ് ലോസ്. ഇത് നമ്മളൊരു സോഷ്യൽ സ്കില്ലാണ്, സോഷ്യൽ റൂൾസിനെ ഒബേ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് കോമൺ ആയിട്ട് നമ്മൾ സോഷ്യലായി ജീവിക്കും, പല റൂൾസും നമ്മൾ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൂൾസ് മനസ്സിലാക്കി അതിനെ അതേപോലെ അനുസരിക്കുക. അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ മനസ്സിലാക്കുക, അല്ലേ? അപ്പം നമ്മുടെ പേരൻസ് ആരാണ് അവരെ മനസ്സിലാക്കുക, അവരും നമ്മളും തമ്മിലുള്ള റിലേഷൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമായിരിക്കും ഈ ഐ ക്യു ലെവൽ, ലോ ഐ ക്യു ലെവലുള്ള ആളുകളിൽ
ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിയെടുക്കുക, ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിച്ചു പോവുക. ഇതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരിലുമല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെൻ്റൽ റിട്ടാർഡേഷൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ചിട്ട് ഈ സ്കിൽസൊക്കെ പെർഫോം ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരും. ഓക്കെ, ഇനി കോസസ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ. മെൻ്റൽ റിട്ടാർഡേഷൻ ഒരു ഡെവലപ്മെൻ്റൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ, ഡെവലപ്മെൻ്റൽ ലാംഗ്വേജ് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കും. അതായത് പ്രീനാറ്റൽ കോസസ്, പെരിനാറ്റൽ കോസസ്, പോസ്റ്റ്നാറ്റൽ കോസസ്. പ്രീനാറ്റൽ കോസസ് എന്ന് പറയുന്നത് കുട്ടി ജനിക്കുന്നതിന് മുന്നേ ഉടലെടുക്കുന്ന കാരണങ്ങൾ, അതായത് ജനിക്കുന്നതിന് മുന്നേ ഉടലെടുക്കുന്ന കാരണങ്ങളാൽ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പ്രീനാറ്റൽ കോസസ് എന്ന് പറയുന്നത്. ജനിക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഫീറ്റൽ ലൈഫിൽ, അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ. അതിൽ പ്രധാനമായും നമ്മളുടെ മദറിന്, അമ്മയ്ക്ക് ബാധിക്കുന്ന അസുഖങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. കാരണം ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഏതൊരു അസുഖവും നമ്മളുടെ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസ് വരെ കുട്ടിയെ ബാധിക്കുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അമ്മയ്ക്കുണ്ടാകുന്ന പേടി, ആങ്സൈറ്റി, ഇതൊക്കെ കുട്ടിയെ ബാധിക്കാം എന്നാണ് സ്റ്റഡീസ് പറയുന്നത്, പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ കാലയളവിൽ മദറിനുണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, അതേപോലെ ബാക്കിയുള്ള ഇഞ്ചുറി, റേഡിയേഷൻ, അങ്ങനെയുള്ള അസുഖങ്ങളും അല്ലാതെയുള്ള കാരണങ്ങളൊക്കെ കുട്ടിയെ ബാധിക്കാം. ഈ കാരണങ്ങളൊക്കെ ഒരു മെൻ്റൽ റിട്ടാർഡേഷനിലേക്ക് നയിക്കാം. അതായത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം. ഈ IQ ലോ ആവാനുള്ള കാരണം, ലോ IQ വരാനുള്ള കാരണം പ്രോപ്പറായിട്ടുള്ള ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കാത്തതുകൊണ്ടാണ്. ഒന്നുമില്ലെങ്കിൽ ചില ഏരിയാസ് പ്രോപ്പറായി ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല, ആ ഏരിയാസിലെ ന്യൂറോൺസ് കുറവായിരിക്കും, ബ്രെയിനിൻ്റെ മൊത്തത്തിലുള്ള മാസ്, വെയിറ്റ് കുറവായിരിക്കാം, ചെറിയ ബ്രെയിൻ ആയിരിക്കാം. ഇതൊക്കെ ഈ മെൻ്റൽ റിട്ടാർഡേഷന് കാരണമാവാം. അപ്പോൾ ചില വൈറൽ ഇൻഫെക്ഷൻസ്, ചില ടോക്സിൻസ്, അതായത് വിഷവസ്തുക്കൾ, ഭക്ഷണത്തിൻ്റെ കുറവ്, അതായത് ന്യൂട്രീഷൻ, മാൽന്യൂട്രീഷൻ, ഇതൊക്കെ അമ്മയ്ക്ക് വരുന്നത് കുട്ടിയിൽ മെൻ്റൽ റിട്ടാർഡേഷൻ, അതായത് ബ്രെയിൻ ഗ്രോത്ത് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ പറയുന്നത് ടോർച്ച് ഇൻഫെക്ഷൻസ് ആണ്. ഇതൊരു കോമൺ ഇൻഫെക്ഷൻസ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ്. അതിൽ T സ്റ്റാൻഡ്സ് ഫോർ ടോക്സോപ്ലാസ്മോസിസ്. ടോക്സോപ്ലാസ്മോസിസ് വരുന്നത് ഒരു പാരസൈറ്റ് ഇൻഫെക്ഷൻ കാരണമാണ്. ഒരു പാരസൈറ്റ് ഇൻഫെക്ഷൻ കാരണം മദറിന് ആ പാരസൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് കുട്ടിയിലേക്ക് എത്തുകയും ചെയ്യുന്നു, അതായത് ഫീറ്റസിലേക്ക്, അതായത് ഗർഭാവസ്ഥയിലുള്ള കുട്ടിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതാണ് ടോക്സോപ്ലാസ്മോസിസ്. T സ്റ്റാൻഡ്സ് ഫോർ ടോക്സോപ്ലാസ്മോസിസ്. നെക്സ്റ്റ് O എന്ന് പറഞ്ഞാൽ അതർ ഡിസോർഡേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതർ ഡിസോർഡേഴ്സ് എന്നതിൽ പ്രധാനമായും വരുന്നത് സിഫിലിസ്, വേരിസെല്ല സോസ്റ്റർ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളാണ്. R സ്റ്റാൻഡ്സ് ഫോർ റുബെല്ല ഇൻഫെക്ഷൻ. റുബെല്ല വൈറസിൻ്റെ ഇൻഫെക്ഷൻ അമ്മയ്ക്കുണ്ടെങ്കിൽ എന്തായാലും കുട്ടിയിലും ആ ഇൻഫെക്ഷൻ കാരണമായിട്ട് നമുക്ക് ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് റുബെല്ല ഇൻഫെക്ഷൻ ടോർച്ച് ഇൻഫെക്ഷനിൽ ഉൾപ്പെടുത്താൻ കാരണം. ഇതിൽ വാക്സിനേഷൻ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് റുബെല്ല ഇൻഫെക്ഷൻ തടഞ്ഞു നിർത്താം. ഓക്കെ, പിന്നെ C സ്റ്റാൻഡ്സ് ഫോർ സൈറ്റോമെഗാലോ വൈറസിൻ്റെ ഇൻഫെക്ഷൻ. H സ്റ്റാൻഡ്സ് ഫോർ ഹെർപ്പിസ് ഇൻഫെക്ഷൻസ്. ഹെർപ്പിസ് ഇൻഫെക്ഷനെയാണ് H എന്നുള്ള ആ ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോർച്ച് ഇൻഫെക്ഷൻസ്, അപ്പോൾ അതിൻ്റെ പേര് പഠിച്ചു വെക്കുക, ടോർച്ച് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു വെക്കുക. ടോർച്ച്, ടോക്സോപ്ലാസ്മോസിസ്, others including syphilis and varicella zoster. R stands for rubella infection. C stands for cytomegalo infection. H stands for herpes infections. Okay, next ആണ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് ഹോർമോണിലൊന്നാണ് തൈറോയിഡ് ഹോർമോൺസ്. അപ്പോൾ തൈറോയിഡ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. പിന്നെ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ്, അതായത് നമ്മളുടെ അമ്മയ്ക്ക്, ഇതൊക്കെ നമ്മൾ പറയുന്നത് പ്രീനാറ്റൽ കോഴ്സാണ്. അപ്പം മദറിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അത് കുട്ടിയെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ മദറിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിയുടെ
ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. ഇഞ്ചുറി ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ സാധാരണയായി കണ്ടുവരുന്നതാണ് വീഴുന്നത്, ഫാൾ ഒരു പ്രശ്നമാണ്. അപ്പോൾ വീണ് കഴിഞ്ഞാൽ ബ്രെയിൻ ഇഞ്ചുറി വരാൻ കാരണമാവും. ഫീറ്റസിൽ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ കുറവ്. എന്തെങ്കിലും കാരണവശാൽ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുകയാണെങ്കിൽ, മദറിൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുകയാണെങ്കിൽ അത് ഫീറ്റസിനെയും കൂടെ എഫക്റ്റ് ചെയ്യും. ആ ഓക്സിജൻ ഇല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് എന്തായാലും സംഭവിക്കും. അതായത് ലാക്ക് ഓഫ് ഓക്സിജൻ മേ ലീഡ് ടു ബ്രെയിൻ ഡാമേജ്. അതൊരു ലാംഗ്വേജ് ഡിസോർഡർ അല്ലെങ്കിൽ ഒരു മെൻ്റൽ റിട്ടാർഡേഷനായിട്ട് മാറാൻ സാധ്യത ഉണ്ട്. പിന്നെ റേഡിയേഷൻ. അപ്പോൾ നിങ്ങൾ ഈ CT സ്കാൻ അതേപോലെ എക്സ്റേ ഒക്കെ എടുക്കുന്ന കൺസോളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്താണ് റേഡിയേഷൻ ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം ഈ റേഡിയേഷൻ മേ കോസ് ബ്രെയിൻ ഡാമേജ്, അതായത് ഫീറ്റസിന് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാൻ കാരണമാകും. അത് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ എംബ്രിയോളജിക്കൽ സ്റ്റേജിലാണെങ്കിൽ പോലും അത് എംബ്രിയോളജിയിൽ ഡെവലപ്മെൻറ്റിനെ ഡാമേജ് ചെയ്യിക്കും ഈ റേഡിയേഷൻ. പിന്നെ ഹൈപ്പർ ടെൻഷൻ, അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ. അത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ ബ്രെയിൻ ഡാമേജ്, കുട്ടിക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച, അതായത് ഹീമോഗ്ലോബിൻ്റെ കുറവ്. ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഈ ഓക്സിജൻ സപ്ലൈ ഒക്കെ കുറയും. ഹീമോഗ്ലോബിനാണ് നമ്മൾ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ ചില ന്യൂട്രീഷൻസൊക്കെ ഈ ബ്ലഡ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അനീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിയെ അത് വിപരീതമായിട്ട് എഫക്റ്റ് ചെയ്യും. അത് ദാറ്റ് ക്യാൻ ലീഡ് ടു എ ലാംഗ്വേജ് ഡിസോർഡർ, ദാറ്റ് ഈസ് മെൻ്റൽ റിട്ടാർഡേഷൻ. പിന്നെ ലെഡ് പോയ്സണിങ്, അതായത് ലെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വിഷവസ്തുവാണ്. നമ്മൾ പല ഉപയോഗത്തിനും ഉപയോഗിക്കുമെങ്കിലും അതൊരു വിഷവസ്തുവാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അത് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകും, വിപരീത ഫലം ഉണ്ടാക്കും. അമ്മയ്ക്ക് ലെഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ അത് കുട്ടിയെയും ബാധിക്കും. പിന്നെ മാൽന്യൂട്രീഷൻ ഓഫ് മദർ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഭക്ഷണം കറക്റ്റ് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ വേണ്ട ന്യൂട്രീഷൻസ് കിട്ടാതിരിക്കുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും, ഓവറോൾ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. ഓക്കെ. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ബാധിക്കും. അതുവഴി മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാം. ബ്രെയിനിൻ്റെ മാസിനെ ബാധിച്ചു കഴിഞ്ഞാൽ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാം. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെൻ്റൽ റിട്ടാർഡേഷനാണ്. നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഒന്ന് മൈൽഡ് റിട്ടാർഡേഷൻ. മൈൽഡ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ 50 to 70 IQ ലെവൽ ഓഫ് 50 to 70 ആണ് നമ്മൾ മൈൽഡ് റിട്ടാർഡേഷനായിട്ട് കണക്കാക്കുന്നത്. 50നും 70നും ഇടയിലുള്ള ആ ഒരു റേഞ്ചാണ് മൈൽഡ് റിട്ടാർഡേഷൻ. നേരത്തെ പറഞ്ഞ പോലെ മൈൽഡ് റിട്ടാർഡേഷനിൽ കുറേയൊക്കെ സ്കിൽസ് അവർക്ക് ഉണ്ടാവും. ഈ അഡാപ്റ്റീവ് സ്കിൽസിൽ എല്ലാം കുറവായിരിക്കില്ല, എല്ലാ അഡാപ്റ്റീവ് സ്കിൽസും കുറവായിരിക്കില്ല. പ്രധാനമായും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഒരു എക്സ്റ്റെൻറ്റ് വരെ അവർക്ക് ഉണ്ടാവും. അതേപോലെ ഡിപ്പെൻഡൻസി കുറവായിരിക്കും. ഇപ്പം നമ്മുടെ ഈ സെൽഫ് ഹെൽപ്പ് സ്കിൽസ് പറഞ്ഞു, അത് സെൽഫ് കെയർ സ്കിൽസ്, അതിൽ ഡിപ്പെൻഡൻസി കുറവായിരിക്കും. പൂർണ്ണമായിട്ടും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല മറ്റൊരാളെ. അവർക്ക് മീൻസ് എഡ്യൂക്കേഷനിൽ എന്ന് പറഞ്ഞാൽ അവരുടേതായ രീതിയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനൊക്കെ ചെയ്യാം. അതുവഴി എന്തെങ്കിലും വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ സപ്പോർട്ടോടു കൂടി ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കും ഈ മൈൽഡ് റിട്ടാർഡേഷൻ ഉള്ള ആളുകൾ. കാരണം അവരുടെ IQ ലെവല് 50 to 70 ആണ്, തീരെ കുറവില്ല, എന്നാലും ഒരു ബോർഡർ ലൈനിലാണ് ഇരിക്കുന്നത്. ഓക്കെ. ഇനി മോഡറേറ്റ് റിട്ടാർഡേഷൻ വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഈ സ്കിൽസൊക്കെ കുറയും. ഇവർക്ക് ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് വേണ്ടി വരും. ജോലിയൊക്കെ ചെയ്യുന്ന പ്രയാസമായിരിക്കും, പക്ഷേ കമ്മ്യൂണിക്കേഷൻ കുറച്ചൊക്കെ ഉണ്ടാവും, ഇതേപോലെയുള്ള സ്കിൽസൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. ഈ സെൽഫ് ഹെൽപ്പ് സ്കിൽസൊക്കെ കുറച്ച് കാണിക്കും. പക്ഷേ പൂർണ്ണമായിട്ടും അവർ ഈ മൈൽഡ് റിട്ടാർഡേഷൻ്റെ അത്ര തന്നെ പെർഫോം ചെയ്യില്ല. സിവിയർ റിട്ടാർഡേഷൻ ആകുമ്പോഴേക്കും എല്ലാ ഏരിയയിലും പ്രശ്നം കണ്ടു തുടങ്ങും. അവർക്ക് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, മിക്കവാറും എല്ലാ കാര്യങ്ങളിലും അവർക്ക് സഹായം ആവശ്യമുണ്ടാവും. ഇതേപോലെ എഡ്യൂക്കേഷനൊന്നും അത്ര തന്നെ പോസിബിൾ ആയിരിക്കില്ല. പ്രൊഫൗണ്ട് റിട്ടാർഡേഷനിലും ഇത് പറഞ്ഞ പോലെ തന്നെ IQ ലെവൽ ബിലോ 20 ആണ്. 20 എന്ന് പറഞ്ഞാൽ വളരെ താഴെയാണ്. അവർക്കും എല്ലാ കാര്യങ്ങൾക്കും ഡിപ്പെൻഡൻസി വേണ്ടി വരും, നമ്മൾ സഹായിക്കേണ്ടി വരും, മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. എഡ്യൂക്കേഷനൊന്നും പോസിബിൾ അല്ല. അപ്പോൾ സിവിയർ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ 20 to 35 ആണെങ്കിൽ പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 20 ആണ്.
അപ്പോൾ അത്രയും കുറവാണ് IQ. അപ്പോൾ അവർക്ക് എല്ലാ മേഖലയിലും ഒരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. പിന്നെ മൈൽഡ് റിട്ടാർഡേഷനിൽ സ്പീച്ചൊക്കെ ഉണ്ടാവും, കുറച്ച് സ്പീച്ചൊക്കെ ഉണ്ടാവും, പക്ഷേ ചില മിസ്ആർട്ടിക്കുലേഷനോ അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പ്രൊഫോണ്ടിൽ ചിലപ്പോൾ സ്പീച്ചൊന്നും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നില്ല, കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ അസസ്മെൻറ്റ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ. അപ്പോൾ നമുക്കറിയാം ഇതൊരു ലാംഗ്വേജ് ഡിസോർഡറാണ്, ന്യൂറോജനിക് ലാംഗ്വേജ് ഡിസോർഡർ ആയതുകൊണ്ട്, ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ അത്യാവശ്യമാണ്. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ വളരെ അത്യാവശ്യമാണ്. ഇതിന് നമുക്ക് ന്യൂറോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ സാധിക്കും. ശരിക്കും ഈ മെൻ്റൽ റിട്ടാർഡേഷൻ, സെറിബ്രൽ പാൾസി എന്നൊക്കെ പറയുന്ന ലാംഗ്വേജ് ഡിസോർഡറുകൾക്ക് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് വേണ്ടത്. അതായത് ഒരു പ്രൊഫഷണൽസിനോട് മാത്രം ചികിത്സിക്കാൻ പറ്റുന്ന കണ്ടീഷനല്ല, മൾട്ടിപ്പിൾ പ്രൊഫഷണൽസ് ഇൻവോൾവ് ആയിരിക്കണം. ന്യൂറോളജിസ്റ്റ് വേണ്ടി വരും, സൈക്കോളജിസ്റ്റ് വേണ്ടി വരും, ചിലപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് വേണ്ടി വരും, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് വേണ്ടി വരും, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് വേണ്ടി വരും. ഇങ്ങനെ മൾട്ടിപ്പിൾ ടീമാണ് ഇവരെ മാനേജ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണലിസ്റ്റ് വേണം, അതായത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വേണം. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ടീമാണ് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയും. അതാണ് ഈ ഒരു മെൻ്റൽ റിട്ടാർഡേഷൻ പോലുള്ള ലാംഗ്വേജ് ഡിസോർഡേഴ്സിൽ അവലംബിച്ച് പോരുന്നത്. കാരണം ലാംഗ്വേജിൻ്റെ പല ഏരിയാസിനും പ്രശ്നമുള്ളതുകൊണ്ട് മൾട്ടിപ്പിൾ ലാംഗ്വേജിൻ്റെയും പിന്നെ അല്ലാതെയുള്ള ഈ സോഷ്യൽ സ്കിൽസും എല്ലാ ഏരിയയിലും പ്രശ്നമുള്ളതുകൊണ്ട് മൾട്ടിപ്പിൾ അപ്രോച്ച് തന്നെ വേണം. അപ്പോൾ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ന്യൂറോളജിസ്റ്റ്. പിന്നെ ഇമേജിങ് സ്റ്റഡീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ തന്നെ അവർ ഇമേജിങ് സ്റ്റഡീസ് ചെയ്യും. CT സ്കാൻ, MRI സ്കാൻ എന്ന് വേണ്ട സ്കാനുകളൊക്കെ ചെയ്യും. കാരണം ബ്രെയിൻ ഡാമേജ് പിൻ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമേജിങ് സ്റ്റഡീസ് ചെയ്യുന്നത്. അപ്പം ബ്രെയിനിൻ്റെ ഇമേജിങ് സ്റ്റഡീസ് ചെയ്യും. അതായത് ബ്രെയിനിൻ്റെ മാസിൽ കുറവുണ്ടോ എന്നറിയാൻ വേണ്ടി, ന്യൂറോൺസ് ഒക്കെ കുറവുണ്ടോ, അതിൻ്റെ ഫങ്ഷനൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CT സ്കാനും MRI സ്കാനും ഒക്കെ എടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു പ്രൊഫഷണൽ എക്സാമിനേഷനാണ് സൈക്കോളജിക്കൽ എക്സാമിനേഷൻസ് വരുന്നത്. അതിൽ പ്രധാനമായും IQ ഇവാലുവേഷനാണ് വരുന്നത്. പിന്നെ അവരുടെ ബിഹേവിയറൽ സ്കിൽസും സോഷ്യൽ സ്കിൽസും ഒക്കെ ഈ സൈക്കോളജിക്കൽ എക്സാമിനേഷനിൽ ഇവാലുവേറ്റ് ചെയ്യും. അതിൽ പ്രധാനമായും വരുന്നത് IQ ഇവാലുവേഷനാണ്. IQ ഇവാലുവേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് ആവറേജ് ആണോ സബ് ആവറേജ് ആണോ എന്ന് നോക്കുന്നത്. അപ്പോൾ സബ് ആവറേജ് ആണെങ്കിൽ അതൊരു മെൻ്റൽ റിട്ടാർഡേഷൻ ആണെന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ IQൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ഇതിനെ പല ടൈപ്പായിട്ട്, മെൻ്റൽ റിട്ടാർഡേഷനെ പല ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ IQ ഇവാലുവേഷൻ എന്നുള്ളത് ഈ മെൻ്റൽ റിട്ടാർഡേഷൻ്റെ ഡയഗ്നോസിസിൽ, രോഗനിർണയത്തിൽ ഏറ്റവും പ്രധാനമാണ്. പിന്നെ സ്പീച്ച് ലാംഗ്വേജ് ഇവാലുവേഷൻ. ഇവിടെയാണ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ റോള് വരുന്നത്. അപ്പോൾ ലാംഗ്വേജ് അസസ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പല ക്ലാസ്സിലും പറഞ്ഞ പോലെ തന്നെ ജനറൽ കേസ് ഹിസ്റ്ററി അഡ്മിനിസ്ട്രേഷനും അതേപോലെ പ്രൊഫോമ ഫോർ ഈ ചൈൽഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യും. അപ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം, അത് ഓൾറെഡി ഇതിൽ വരും. കാരണം സ്പീച്ച് ലാംഗ്വേജ് ഇവാലുവേഷനിൽ നമ്മൾ ജനറൽ കേസ് ഹിസ്റ്ററിയും പ്രൊഫോമേഴ്സൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യണം. നമ്മൾ പ്രത്യേകിച്ച് ലാംഗ്വേജ് അസസ്മെൻ്റ് ആണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇതൊരു ലാംഗ്വേജ് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജിൻ്റെ എക്സ്പ്രസീവ് ഏജും റിസപ്റ്റീവ് ഏജും നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ്പ്രസീവ് ഏജും റിസപ്റ്റീവ് ഏജും, അതിനാണ് റീൽസ് എന്ന് പറഞ്ഞാൽ റിസപ്റ്റീവ് ആൻഡ് എക്സ്പ്രസീവ് എമർജൻ ലാംഗ്വേജ് സ്കെയിൽ എന്ന് പറയുന്ന റീൽസ് എന്ന് പറയുന്ന ലാംഗ്വേജ് ടെസ്റ്റ് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന വഴി നമ്മുടെ എക്സ്പ്രസീവ് ഏജും റിസപ്റ്റീവ് ഏജും മനസ്സിലാക്കാം. അപ്പോൾ ഏതിലാണോ താമസം, ഇപ്പോൾ എക്സ്പ്രസീവ് ഏജ്, ഇപ്പോൾ കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ് 5 വയസ്സാണെന്ന് വിചാരിക്കുക. 5 വയസ്സ്, ക്രോണോളജിക്കൽ ഏജ് ഈസ് 5 ഇയേഴ്സ്, അതായത് 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ എക്സ്പ്രസീവ് ഏജ് ചിലപ്പം 2 ഇയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 3 ഇയേഴ്സ് ആയിരിക്കും. അതേപോലെ ആ കുട്ടിയുടെ റിസപ്റ്റീവ് ഏജ് ചിലപ്പം 1.5 ഇയർ ആയിരിക്കും. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ അനുമാനിക്കേണ്ടത്? ആ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നോർമലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജും ഈ റിസപ്റ്റീവ് ഏജും എക്സ്പ്രസീവ് ഏജും ഒക്കെ ഏകദേശം ഒരേ ഏജിൽ വരണമായിരുന്നു.
അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ഡിസോർഡർ ഉള്ളത് കൊണ്ട് അവരുടെ റിസപ്റ്റീവ് ഏജും എക്സ്പ്രസീവ് ഏജും ക്രോണോളജിക്കൽ ഏജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജ് ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. റീൽസ് എന്ന് പറയുന്ന ലാംഗ്വേജ് ടെസ്റ്റാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. വേറെ ലിംഗ്വിസ്റ്റിക് പ്രൊഫൈൽ ടെസ്റ്റ്, 3D LAT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ടെസ്റ്റുകളുമുണ്ട്. ഓക്കെ, റീൽസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ LPT എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്യും. ലിംഗ്വിസ്റ്റിക് പ്രൊഫൈൽ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ റീൽസിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ടെസ്റ്റ് ഓഫ് ആർട്ടിക്കുലേഷൻ, നമ്മൾ ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ് പറയുമ്പോഴും പറഞ്ഞു, മെൻ്റൽ റിട്ടാർഡേഷനിൽ ചിലപ്പോൾ സെക്കൻഡറി പ്രോബ്ലമായിട്ട് ഈ ആർട്ടിക്കുലേഷൻ പ്രോബ്ലം വരാം. അപ്പോൾ ആർട്ടിക്കുലേറ്ററി ടെസ്റ്റുകളൊക്കെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പഠിച്ച മലയാളം ആർട്ടിക്കുലേഷൻ ടെസ്റ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ മെൻ്റൽ റിട്ടാർഡേഷനുള്ള കുട്ടികളിൽ അഡ്മിനിസ്റ്റർ ചെയ്യാം. കാരണം സെക്കൻഡറി ആയിട്ട് ഈ ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ് അവർ കാണിക്കുന്നതുകൊണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മെൻ്റൽ റിട്ടാർഡേഷൻ്റെ കാര്യങ്ങൾ. അടുത്തത് നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ഇതിൽ തന്നെ നമുക്കറിയാം ഓട്ടിസം എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റൈറ്റി ഉള്ള ഒരു ഡിസോർഡർ അല്ല, സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ആണ്. അതായത് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അത് ഈ ഓട്ടിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഈസ് എ ബ്രോഡ് ടേം യൂസ് ടു ഡിസ്ക്രൈബ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ്. ഇത് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറാണ്, അല്ലെങ്കിൽ ന്യൂറോ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറാണ്. അതിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റഡ് ആയിരിക്കും, സോഷ്യൽ ഇൻറ്ററാക്ഷൻസും എഫക്റ്റഡ് ആയിരിക്കും. ദീസ് ഡിസോർഡേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ പ്രോബ്ലംസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ. സോഷ്യൽ ഇൻറ്ററാക്ഷനിലും കമ്മ്യൂണിക്കേഷനിലും സിവിയർ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെൻ്റൽ റിട്ടാർഡേഷൻ പറയുമ്പം ഒരു മൈൽഡ് മെൻ്റൽ റിട്ടാർഡേഷൻ ആണെങ്കിൽ ആ കുട്ടിക്ക് ഈ സോഷ്യൽ ഇൻറ്ററാക്ഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഒരു ലെവൽ വരെ ഉണ്ടാവും. ഈ മെൻ്റൽ റിട്ടാർഡേഷനിൽ കൂടുതൽ ആളുകളിലും ഇപ്പോൾ ഈ സിവിയർ മെൻ്റൽ റിട്ടാർഡേഷൻ, പ്രൊഫൗണ്ട് മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ കുറച്ച് റെയറാണ്. അപ്പോൾ സാധാരണ കാണുന്ന നമ്മൾ ഒരു മൈൽഡാണെങ്കിലും മോഡറേറ്റ് മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ ആണെങ്കിൽ തന്നെയും അവരിൽ ഈ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനും ഒരു പരിധി വരെ ഇൻടാക്റ്റ് ആയിരിക്കും, ബാധിച്ചിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ഓട്ടിസത്തിലാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷനും സോഷ്യൽ ഇൻട്രാക്ഷനും സിവിയർലി ഡാമേജ്ഡ് ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം, സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികമായുള്ള ഇടപെടൽ, അതൊക്കെ അവരിൽ വളരെ കുറവായിരിക്കും. അതാണ് അതിൻ്റെ ഒരു കാർഡിനൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓട്ടിസത്തിൻ്റെ ഒരു ഫീച്ചറാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവായിരിക്കും. അവർ അവരുടേതായ ലോകത്തിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. മറ്റുള്ളവരോട് ഇടപഴകാനോ ആശയവിനിമയം നടത്താനോ അവർ താല്പര്യം പൊതുവെ കാണിക്കാറില്ല. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷട്ടറിങ്ങിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഓട്ടിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഓട്ടിസത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡിലേഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്. നമ്മൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ആസ്പെക്റ്റിൽ നോക്കുമ്പം ഒരു ഡിലേ കാണാം. ഒരു ഡിലേഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് അവരിൽ കാണാം, DSL കാണാം. അത് മെൻ്റൽ റിട്ടാർഡേഷനിലും കാണാറുണ്ട്, ഡിലേഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്. അത് ചിലപ്പോൾ എക്സ്പ്രസീവ് ലാംഗ്വേജിനാവാം, ചിലപ്പോൾ റിസപ്റ്റീവ് ലാംഗ്വേജിനാവാം, ചിലപ്പോൾ രണ്ടിലും ആവാം. ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് നമ്മളുടെ ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ കാണാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും. അവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, സിറ്റിംഗ് ബിഹേവിയർ ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ നമ്മൾ കുട്ടികളോട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കാം, ഒരു ഡോക്ടറെ കൺസൾട്ടേഷന് പോകാമെന്ന് വിചാരിക്കാം. നോർമൽ കുട്ടികളാണെങ്കിൽ അവരവിടെ അടങ്ങി ഇരിക്കും, അല്ലേ? കാരണം പുതിയൊരു എൻവയോൺമെൻ്റ് ആണ്, പരിചയമില്ലാത്ത ആളുകളാണ്, അതുകൊണ്ട് അടങ്ങിയിരിക്കും. ഒരു പക്ഷേ വീട്ടിലാവുമ്പം അടങ്ങിയിരിക്കണം എന്നില്ല, പക്ഷേ ഇതേപോലെയുള്ള സിറ്റുവേഷൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അവിടെ അടങ്ങിയിരിക്കും, ക്വയറ്റായിരിക്കും. പക്ഷേ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിക്ക് ഇതേപോലെ സിറ്റിംഗ് ബിഹേവിയർ ഉണ്ടാവില്ല. അവർക്ക് അവിടെ ഒതുങ്ങിയിരിക്കാൻ സാധിക്കില്ല. അവർ എണീറ്റ് നടക്കാൻ തുടങ്ങും, ഓടാൻ തുടങ്ങും, ചിലപ്പം എന്തെങ്കിലും സ്റ്റീരിയോടൈപ്പീസ് കാണിക്കും. സ്റ്റീരിയോടൈപ്പീസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ്സ് ആണ്.
റിതമിക് മൂവ്മെൻറ്റ്സ് കാണിക്കും. ചിലപ്പം കൈ ഇട്ടടിക്കും, ചിലപ്പം ചാടും, ചിലപ്പം ഈ കറങ്ങുന്ന പോലെ കാണിക്കും. ഇതൊക്കെ കാണിക്കും. ഇതാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് അടങ്ങിയിരിക്കില്ല, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് ഹൈപ്പർ ആയിരിക്കും. ആക്ടിവിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ നോർമലി നമ്മൾക്കൊരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതിലുപരിയായിട്ട് ഹൈപ്പർ ആയിട്ട് ആക്ടിവിറ്റി ചെയ്യുക. അതായത് വളരെ കൂടിയ നിലയിൽ അടങ്ങിയിരിക്കാൻ പറ്റാത്ത തക്കവണ്ണം ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആക്ടിവിറ്റി ഒന്നും ആയിരിക്കില്ല. ചിലപ്പം ചാടുകയായിരിക്കും, ചിലപ്പം നടക്കുകയായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ഉറങ്ങാനൊക്കെ വളരെ പ്രയാസമാണ്. ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഉറക്കം വരാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഈ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം അപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കും, ആക്ടിവിറ്റീസ് കാണിച്ചുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ആണ് ഇമ്പൾസീവ്നെസ്. ഇമ്പൾസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു ചാടുക. അപ്പോൾ നമ്മുടെ ഒരു വെർബൽ ബിഹേവിയറിൽ പറയുകയാണെങ്കിൽ, ഒരാളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പൂർത്തീകരിക്കുന്നതിന് മുന്നേ ആൻസർ പറയാം. ചിലപ്പോൾ അത് തെറ്റാവാം, ശരിയാവാം. ഈ ഒരു ബിഹേവിയറാണ് ഇമ്പൾസീവ്നെസ്. അത് ലാംഗ്വേജ് വെർബൽ കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ എല്ലാ ആക്ടിവിറ്റിയിലും അവരെ ടേണ് കാത്തു നിൽക്കാതെ ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർക്കൊരു ബോൾ വേണം, ഇല്ലെങ്കിൽ ഒരു കടയിലൊരു ബോൾ കണ്ടു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണപദാർത്ഥം കണ്ടു. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാതെ വാങ്ങിച്ച്, ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും എടുത്തു തരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇതൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ബിഹേവിയർ അവർ കാണിക്കില്ല. അവർ പെട്ടെന്ന് തന്നെ ചാടി കയറി അല്ലെങ്കിൽ ചാടി അത് എടുക്കും. അതാണ് ഇമ്പൾസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ടേൺ ടേക്കിംഗ് ബിഹേവിയർ കാണിക്കില്ല. അവരെ ടേണിന് അവർ വെയിറ്റ് ചെയ്യില്ല. അവർ പെട്ടെന്ന് തന്നെ അത് സാധിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചാടിക്കയറി അത് എടുക്കും. എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്തുവോ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന വസ്തു ആണെങ്കിലും അവർ അത് എടുക്കും. ഒരു സോഷ്യൽ നോംസിനൊന്നും അവർ വെയിറ്റ് ചെയ്യില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം അവർക്ക് സോഷ്യലൈസേഷൻ സ്കില്ല് കുറവായതുകൊണ്ടാണ്. ലിമിറ്റഡ് ഐ കോണ്ടാക്റ്റ്. നമുക്കറിയാം, നമുക്ക് ലാംഗ്വേജ് അക്വസിഷന് കുറേ പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ഭാഷ പഠിക്കണമെങ്കിൽ കുറേ പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. അതിൽ പ്രധാനമാണ് സിറ്റിംഗ് ബിഹേവിയർ, ഐ കോണ്ടാക്റ്റ്, അറ്റൻഷൻ സ്പാൻ. ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്തേക്ക് നോക്കിയിട്ടാണ് എപ്പോഴും സംസാരിക്കാറ്, അല്ലേ? ഒരാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഐ ടു ഐ കോണ്ടാക്റ്റിലാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം അവരുടെ ലിപ്പ് മൂവ്മെൻറ്റും ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു പരിധി വരെ ലാംഗ്വേജൊക്കെ പഠിച്ചെടുക്കുന്നത്, സ്പീച്ചിൻ്റെ പ്രൊഡക്ഷനൊക്കെ പഠിച്ചെടുക്കുന്നത്. ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഓട്ടീസം ഉള്ള കുട്ടികൾക്ക് ഈ ഒരു ലിമിറ്റഡ് ഐ കോണ്ടാക്റ്റ്, അവർക്ക് കുറേ നേരം നമ്മുടെ ഫേസിലേക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. ലിമിറ്റഡ് ആയിരിക്കും ഐ കോണ്ടാക്റ്റ്. അതായത് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ സെക്കൻഡിൻ്റെ ഫ്രാക്ഷനൊക്കെ നോക്കുള്ളൂ, ചിലപ്പോൾ നോക്കിയില്ല എന്നും വരാം. അപ്പോൾ ഇത് അവരെ ഈ ലാക്ക് ഓഫ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ അവരെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെയും എഫക്റ്റ് ചെയ്യാം. പിന്നെ ലിമിറ്റഡ് അറ്റൻഷൻ സ്പാൻ. ലിമിറ്റഡ് അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യില്ല. ഇപ്പോൾ കളറിങ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കളർ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ആ കളറിങ് ജസ്റ്റ് തുടങ്ങി വെച്ചിട്ട് അവിടെ ഇട്ട് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഒരു ആക്ടിവിറ്റി ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ശ്രദ്ധ ഒരു ആക്ടിവിറ്റിയിലേക്ക് കേന്ദ്രീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ലിമിറ്റഡ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്, ശ്രദ്ധ ഇല്ലായ്മ. ഓക്കെ. പിന്നെ എക്കോലേലിയ എന്ന് പറയുന്നത് ഇവരിലെ ഓട്ടിസത്തിൽ കാണുന്ന ഒരു പെക്യൂലിയർ ഫീച്ചറാണ്. പെക്യൂലിയർ എന്ന് പറഞ്ഞാൽ പ്രത്യേക തരം, ഓട്ടിസത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ്, ഒരു പ്രത്യേകതയാണ് ഈ എക്കോലേലിയ എന്ന് പറയുന്നത്. എക്കോലേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളോട് പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ഉത്തരം തരേണ്ടത് അയാളെ പേരെന്താണോ അത് നമ്മളോട് പറയുക ചെയ്യേണ്ടത്. പക്ഷേ ഈ ഓട്ടിസം ഉള്ള ആളുകൾ നമ്മൾ എന്താണോ പറയുന്നത് അത് തന്നെ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ചോദിക്കുന്ന ആ ഒരു വാക്കിലെ മീനിങ് എന്താണെന്നുള്ളത് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് എന്ത് ചെയ്യും, അവർ ആ ഒരു വാക്ക് തന്നെ അല്ലെങ്കിൽ ആ സെൻറ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഫോർ എക്സാമ്പിൾ, പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പേര് പറയുന്നതിന് പകരം പേരെന്താണെന്ന് തന്നെ ചോദിക്കും. വീട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട് എവിടെയാണ്. ഇപ്പം നമ്മൾ കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാക്ക എന്ന് പറയും. കാക്ക എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാക്ക എവിടെയെന്ന് പറയും. കാക്ക എവിടെയായിരിക്കുന്നതെന്ന് അവർ കാണിച്ചു തരില്ല, കാരണം അതിലെ മീനിങ് അവർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ആ വേർഡ് തന്നെ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് തന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയും. ഇതിനെയാണ് നമ്മൾ എക്കോലേലിയ എന്ന് പറയുന്നത്. ടു റിപ്പീറ്റ് അതേഴ്സ് വേർഡ് ഓർ സെൻറ്റൻസ്. മറ്റുള്ളവരുടെ ഈ എന്താ പറയുക സെൻറ്റൻസ് ഇല്ലെങ്കിൽ വാക്കുകൾ അതേപോലെ തിരിച്ചു പറയുന്നതിനെയാണ് നമ്മൾ എക്കോലേലിയ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റീരിയോട്ടിപ്പിക് ബിഹേവിയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റീരിയോട്ടിപ്പിക് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ ഹൈപ്പർ ആക്ടിവിറ്റി പറഞ്ഞിരുന്നു, ഇവർ സ്റ്റീരിയോട്ടിപ്പീസ് കാണിക്കും.
അതായത് ചില മൂവ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് റിതമിക് പാറ്റേണിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ റിതമിക് മൂവ്മെൻറ്റ്സിനെയാണ്, റിപ്പീറ്റഡ് റിതമിക് മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ സ്റ്റീരിയോടിപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആൻഡ് റിതമിക് മൂവ്മെൻറ്റ്സ് ആർ കോൾഡ് ആസ് സ്റ്റീരിയോടിപ്പിക് മൂവ്മെൻറ്റ്സ്. എക്സാമ്പിൾ റോക്കിംഗ്, സ്പിന്നിങ്. റോക്കിംഗ് എന്ന് പറഞ്ഞാൽ മെല്ലെ ഇങ്ങനെ തുള്ളുന്ന പോലെ ചാടുക, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. സ്പിന്നിങ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൈയിട്ടടിക്കുക, ഇതൊക്കെ സ്റ്റീരിയോടിപ്പീസ് ആണ്. ഇങ്ങനെയുള്ള പ്രത്യേകതരം മൂവ്മെൻറ്റ്സ് ഒക്കെ ഇവർ കാണിക്കും. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള ഏതെങ്കിലും കുട്ടിയെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സൊക്കെ അവരിൽ കാണാൻ പറ്റും. അതിൽ വെർബൽ ഫീച്ചേഴ്സും ഉണ്ടാവും, നോൺ വെർബൽ ഫീച്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ സെൽഫ് ഇൻജൂറിയസ് ബിഹേവിയർ, ചില ഓട്ടിസം കുട്ടികൾ, കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് കൂടുതലുള്ള കുട്ടികൾ സ്വന്തം ഇൻജൂറിയസ് ആണ്, അതായത് സെൽഫ് ഇൻജൂറിയസ് ആണ്. സ്വന്തം വേദനിപ്പിക്കും, അല്ലെങ്കിൽ സ്വന്തം കടിക്കുക, കൈ കടിക്കുക, തലയിട്ടടിക്കുക, ചുമരിൽ തലയിട്ടടിക്കുക, സ്വന്തം വേദനിപ്പിക്കുക. ഈ ഒരു കണ്ടീഷൻ ലെവലിൽ കാണാറുണ്ട്. അതിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് വരാൻ കാരണം പെയിൻ സെൻസിങ് കുറവായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്, സ്റ്റഡീസൊക്കെ പറയുന്നത് ഈ ഓട്ടിസം ഉള്ള കുട്ടികളിൽ. അതുകൊണ്ട് തന്നെ അവർ സെൽഫ് ഇൻജൂറിയസ് ബിഹേവിയേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കും. സ്വന്തമായി കടിച്ചു വേദനയാക്കുക, തല ചുമരിലടിക്കുക, ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സൊക്കെ ഈ സെൽഫ് ഇൻജൂറിയസ് ബിഹേവിയറായിട്ട് ഓട്ടിസം ഉള്ള കുട്ടികൾ കാണിക്കാറുണ്ട്. പിന്നെ സോഷ്യൽ വിഡ്രോവൽ, നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിസത്തിൽ എഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനുമാണ്. അപ്പോൾ സോഷ്യൽ വിഡ്രോവൽ അത് കാണിക്കും. അപ്പോൾ നമ്മൾ ഉള്ളൊരു സോഷ്യൽ ലൈഫ് അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. കാരണം അവർ ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് അതിനുള്ള ഒരു സ്കില്ലില്ല. അതുകൊണ്ട് തന്നെ അവർ സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സ്വയം ഓരോ പ്ലേ ബിഹേവിയേഴ്സൊക്കെ അവർ സ്വന്തം ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവരുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സമാന ഏജുള്ള, അവരുടെ സെയിം ഏജുള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ഒന്നും ഇവർക്ക് സാധിക്കില്ല. അവരത് വേണ്ടാന്ന് വെച്ചിട്ടില്ല, അവർക്കത് സാധിക്കില്ല. കാരണം അതിനുള്ളൊരു സോഷ്യലൈസേഷൻ സ്കിൽ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ഈ സോഷ്യലൈസേഷൻ അവർ മാറി നിൽക്കും. അതിനാണ് നമ്മൾ സോഷ്യൽ വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവരിൽ വീണ്ടും ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല ബിഹേവിയറൽ തെറാപ്പിയിലൂടെയും പല കമ്മ്യൂണിക്കേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പിയിലൂടെയൊക്കെ ഈ സ്കിൽസൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടിസം എന്ന് പറഞ്ഞാൽ സ്പെക്ട്രം ഡിസോർഡേഴ്സാണ്. അതിൽ പല സിൻഡ്രോംസും പലതരം കണ്ടീഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന് നിങ്ങൾ പഠിക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കുക. ഓക്കെ. പിന്നെ അസസ്മെൻറ്റ് ഓഫ് ഓട്ടിസം. അപ്പോൾ ഓട്ടിസത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ന്യൂറോജനിക് ലാംഗ്വേജ് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ അസസ്മെൻ്റ് ആവശ്യമാണ്. ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണം. അതിൽ ചിലപ്പോൾ അവർ ഇമേജിങ് സ്റ്റഡീസൊക്കെ ചെയ്യും, CT MRI കാര്യങ്ങളൊക്കെ ചെയ്യും, സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ചെയ്യും. അതിൽ ചിലപ്പോൾ IQ ഇവാലുവേഷനും ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷേ പല ഓട്ടിസ്റ്റിക് കുട്ടികളിലും ഈ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ കാരണം പല ഇവാലുവേഷനും നമുക്ക് സാധിക്കാറില്ല. ഓക്കെ. അപ്പം ഈ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ചെയ്യാം. പിന്നെ അവരെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ തെറാപ്പി എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ട് അവരെ ബിഹേവിയറൽ അസസ്മെൻ്റ് ഒക്കെ ചെയ്യും സൈക്കോളജിസ്റ്റ്. കാരണം അവരെ ഹൈപ്പർ ആക്ടിവിറ്റി, ലാക്ക് ഓഫ് അറ്റൻഷൻ, ഐ കോണ്ടാക്ട് ഇമ്പ്രൂവ് ചെയ്യിക്കുക, ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യണം. അതൊക്കെ ബിഹേവിയറൽ സ്കിൽസാണ്. ഈ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തെങ്കിലേ നമുക്ക് സ്പീച്ച് അവരെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ സ്പീച്ചിൻ്റെ പ്രീ റിക്വസിറ്റ് സ്കിൽസാണ് ഈ പറയുന്ന ബിഹേവിയറൽ സ്കിൽസൊക്കെ. അപ്പോൾ അത് പഠിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് നമ്മൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഓട്ടിസം എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഫ് ഓട്ടിസം എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. അതായത് വ്യത്യസ്ത മേഖലയിലുള്ള പ്രൊഫഷണൽസ് ഒരുമിച്ച് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ, അതിൽ നമുക്ക് ലാംഗ്വേജ് ഡിലേ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് റീൽസ് എന്ന് പറയുന്ന ടെസ്റ്റുകൾ ചെയ്യാം. റീൽസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ LPT ലിംഗ്വിസ്റ്റിക് പ്രൊഫൈൽ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്യാം. റീൽസ് വീണ്ടും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. പിന്നെ ഏതൊക്കെ മേഖലയിലാണോ, ഇപ്പം നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ നല്ല ഇമ്പയർമെൻ്റ് ഉണ്ട് ഓട്ടിസത്തിൽ. അത് പലതരം ഓട്ടിസം ഉണ്ട്, ചിലതിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഓട്ടിസത്തിലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ IQ നിർബന്ധമായിട്ടും കുറഞ്ഞിരിക്കണം എന്നൊന്നുമില്ല. അപ്പം ചില ഓട്ടിസത്തിൽ IQ വ്യത്യാസം കാണാറുണ്ട്. പക്ഷേ മെൻ്റൽ റിട്ടാർഡേഷൻ പോലെ വളരെ കുറഞ്ഞ ലെവൽ IQ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പം സുപ്പീരിയർ ആയിട്ടുള്ള IQ ഉള്ള ആളുകളും ഓട്ടിസം ബിഹേവിയർ ഉള്ളവരുണ്ടാവും, ഓട്ടിസം കാണിക്കുന്നവരുണ്ടാവും. ഇത് പലതരം സിൻഡ്രോംസ് ഉണ്ട്, അതിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും.
അതുകൊണ്ടാണ് ഇതിനെ സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ടെസ്റ്റ് മെറ്റീരിയൽസ് പ്രധാനമായിട്ടും 2 ടെസ്റ്റ് മെറ്റീരിയൽസ് ആണ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് ഓട്ടിസം ബിഹേവിയറൽ ചെക്ക് ലിസ്റ്റ് എന്ന് പറയും. ഓട്ടിസം ബിഹേവിയറൽ ചെക്ക് ലിസ്റ്റ് നമുക്ക് പറഞ്ഞു ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസീവ്നെസ് ഒക്കെ കാരണം സിറ്റിംഗ് ബിഹേവിയർ ഇല്ലാത്തതുകൊണ്ടൊക്കെ കാരണം നമ്മുടെ ക്ലിനിക്കിലേക്ക് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി വരുമ്പോഴേ ബഹളമായിരിക്കും. അപ്പം കുറേ കാര്യങ്ങളൊന്നും അവരെ നമുക്ക് ഒബ്സർവ് ചെയ്യാനൊക്കെ കുറേ പ്രയാസങ്ങളുണ്ടാവും. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇൻ്റർവ്യൂ മെത്തേഡിലൂടെ കെയർ ടേക്കറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിൻ്റെ കയ്യിൽ നിന്നാണ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്, പല ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതേപോലെ ചെക്ക് ലിസ്റ്റുകളാണ് ഈ ഓട്ടിസം ബിഹേവിയർ ചെക്ക് ലിസ്റ്റും അതേപോലെ ചൈൽഡ്ഹുഡ് ഓട്ടിസം റേറ്റിംഗ് സ്കെയിൽ ഒക്കെ പറയുന്നത്. ഇപ്പോൾ 2 ടെസ്റ്റ് മെറ്റീരിയൽസ് നിങ്ങൾ പഠിച്ചു വെക്കുക, ഓട്ടിസം ബിഹേവിയർ ചെക്ക് ലിസ്റ്റ് പിന്നെ ചൈൽഡ്ഹുഡ് ഓട്ടിസം റേറ്റിംഗ് സ്കെയിൽ ABC ആൻഡ് കാർസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അസസ്മെൻറ്റ് പാർട്ട് ഇത്രയും പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഡിസോർഡറാണ് സെറിബ്രൽ പാൾസി. സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ഡിസോർഡർ തന്നെയാണ്, ബ്രെയിനിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. Cerebral palsy is a group of permanent disorder of development of movement and posture causing activity limitations. Cerebral palsy എന്ന് പറയുന്നത് സിമ്പിളായി പറയുകയാണെങ്കിൽ ബ്രെയിൻ ഡാമേജ് കാരണം, ബ്രെയിനിലുള്ള ഡാമേജ് കാരണം മൂവ്മെൻറ്റിൽ ഉണ്ടാവുന്ന ഡിസോർഡറാണ്. മൂവ്മെൻറ്റിൽ പ്രശ്നമുണ്ടാവും, പോസ്റ്ററിൽ പ്രശ്നം ഉണ്ടാവും, അവരിയ്ക്കുന്നതിലും അവർ നിൽക്കുന്നതിലും നടക്കുന്നതിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഈ ഒരു പോസ്റ്ററിൽ വരുന്നതും ഈ മൂവ്മെൻറ്റിൽ വരുന്നതും പ്രശ്നം കൊണ്ട് അവരുടെ ആക്ടിവിറ്റീസൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. അവരുടെ ദൈനംദിന കാര്യങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന പ്രക്രിയകളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും ഈ ഒരു കാരണം കൊണ്ട്. ബ്രെയിൻ ഡാമേജ് തന്നെയാണ് കാരണം. മറ്റേ മെൻ്റൽ റിട്ടാർഡേഷനിലൊക്കെ പറയുന്ന പോലെ ബ്രെയിനിൽ വരുന്ന പ്രശ്നമാണ്, പക്ഷേ ഇത് മൂവ്മെൻറ്റിനെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓട്ടിസവും മെൻ്റൽ റിട്ടാർഡേഷനും ഒക്കെ ആണെങ്കിൽ അവരെ മൂവ്മെൻറ്റ് അധികം ബാധിക്കുന്നില്ല, അവരെ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ്ങിലാണ് കൂടുതൽ പ്രശ്നം. മെൻ്റൽ റിട്ടാർഡേഷനിൽ, ഓട്ടിസത്തിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേഷനിലും സോഷ്യലൈസേഷനിലുമാണ് കൂടുതൽ പ്രശ്നം. സെറിബ്രൽ പാൾസിലേക്ക് വരുമ്പോൾ അവരെ മൂവ്മെൻറ്റിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അവരെ മൂവ്മെൻറ്റും പോസ്റ്ററും ഒക്കെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സെറിബ്രൽ പാൾസിനെ പെർമനൻറ്റ് ഡിസോർഡർ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 4 ടൈപ്പ് സെറിബ്രൽ പാൾസിയാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാണ് സ്പാസ്റ്റിക്, ഡിസ്കൈനറ്റിക്, അറ്റാക്സിക് ആൻഡ് മിക്സഡ്. പലപ്പോഴും സ്പാസ്റ്റിക് ഇതിന് എല്ലാത്തിനും ഓരോരോ ഇൻവോൾവ്മെൻറ്റ്, ഓരോ ഏരിയാസാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അറ്റാക്സിക്കിന് ഒരു ഏരിയ, മിക്സഡിന്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഈ 4 ടൈപ്പ് നിങ്ങൾ പഠിച്ചു വെക്കുക. 4 ടൈപ്പ് ഓഫ് സെറിബ്രൽ പാൾസിയാണ് ഉള്ളത്. സ്പാസ്റ്റിക്, ഡിസ്കൈനറ്റിക്, അറ്റാക്സിക്, മിക്സഡ്. അങ്ങനെ 4 ടൈപ്പ് സെറിബ്രൽ പാൾസിയാണുള്ളത്. ഇതേപോലെ നമ്മൾ മെൻ്റൽ റിട്ടാർഡേഷൻ പറഞ്ഞ പോലെ ഇതിനും പ്രീനാറ്റൽ, പെരിനാറ്റൽ, പോസ്റ്റ് നാറ്റൽ കോസസ് ഉണ്ട്. അതിൽ പ്രീനാറ്റൽ കോസസ് ആണ് ഈ ഹൈപ്പോതൈറോയിഡിസം, ഡയബറ്റിസ് മെലിറ്റസ്, ഇഞ്ചുറി ഡ്യൂറിങ് പ്രഗ്നൻസി, ഹൈപ്പോക്സിയ, റേഡിയേഷൻ, ഹൈപ്പർ ടെൻഷൻ, അനീമിയ, ലെഡ് ഇൻടോക്സിക്കേഷൻ, മാൽ ന്യൂട്രീഷൻ. നമ്മൾ ഈ മെൻ്റൽ റിട്ടാർഡേഷനിൽ പറഞ്ഞ അതേ കോസസ് ഒക്കെ തന്നെയാണ് ഈ സെറിബ്രൽ പാൾസി ഉള്ളത്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് വ്യത്യാസമായിരിക്കാം, മനസ്സിലായോ? അതിൻ്റെ എഫക്റ്റ് വ്യത്യാസമായിരിക്കും. ഈ സെറിബ്രൽ പാൾസിയിൽ IQ എഫക്റ്റഡ് ആയിട്ടുള്ള സെറിബ്രൽ പാൾസി ചിൽഡ്രൻസും ഉണ്ട്, IQ അഫക്റ്റഡ് അല്ലാത്ത സെറിബ്രൽ പാൾസി ചിൽഡ്രൻസും ഉണ്ട്. ഓക്കെ, പിന്നെ പെരിനാറ്റൽ കോസസ്, ബർത്ത് ആസ്ഫിക്സിയ, പ്രൊലോങ്ഡ് ഡിഫിക്കൽറ്റി ബർത്ത് ആസ്ഫിക്സിയ എന്ന് പറഞ്ഞാൽ ജന്മനാൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ജന്മനാൽ ജനിച്ച ഉടനെ ബർത്ത് ക്രൈ ഇല്ലെങ്കിൽ, നമ്മൾക്കറിയാം ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ കുട്ടി കരയും. കരഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം റെസ്പിറേഷൻ പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കുന്നില്ല. അപ്പം ജനിച്ച ഉടനെ കരഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ബർത്ത് ആസ്ഫിക്സിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരും. ജന്മനാൽ ഓക്സിജൻ ഡെഫിഷ്യൻസി വരികയും അത് ബ്രെയിൻ ഡാമേജിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. അത് സെറിബ്രൽ പാൾസിയുടെ ഏറ്റവും മോസ്റ്റ് കോമൺ കോസാണ്. പിന്നെ പ്രൊലോങ്ഡ് ഓർ ഡിഫിക്കൽട്ട് ബർത്ത്, അതായത് പ്രഗ്നൻസി, നമ്മൾ ഡെലിവറി സമയത്ത് പെട്ടെന്ന് ഡെലിവറി നടക്കാതിരിക്കുക, കുറേ ടൈം ഡിലേ വരിക, അല്ലേ? ഒരു ടൈമിൽ കൂടുതൽ നമ്മൾക്ക് പ്രൊലോങ്ഡ് ലേബർ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ബർത്ത് ആസ്ഫിക്സി ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രൊലോങ്ഡ് ലേബർ ഒരു കണ്ടീഷനാണ്. പ്രീമച്വർ ഡെലിവറി, അതായത് ഇപ്പം 7-ാം മാസത്തിലോ അല്ലെങ്കിൽ 8-ാം മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ജനിക്കുന്ന കണ്ടീഷൻ. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാവില്ല.
അപ്പോൾ അത് ഒരു സെറിബ്രൽ പാൾസിയിലേക്ക് വേണമെങ്കിൽ ലീഡ് ചെയ്യാം. അതാണ് പ്രീമച്വർ ഡെലിവറി എന്ന് പറയുന്നത്. ഇത് മാസം തികയാതെയുള്ള പ്രസവത്തിനെയാണ് നമ്മൾ പ്രീമച്വർ ഡെലിവറി എന്ന് പറയുന്നത്. പിന്നെ കർണിക്ടസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ ലിവറാണ് അതിനെ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബിലിറൂബിൻ്റെ അളവ് നമ്മുടെ ബ്ലഡിൽ കൂടി വരും. ഈ ബിലിറൂബിൻ എന്ന് പറയുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട്. അപ്പം ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും നമ്മൾ ബ്രെയിനിലേക്ക് കടന്നു പോവില്ല, അതിനൊരു ബാരിയർ ഉണ്ട് ഇതിനെ തടയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ബിലിറൂബിൻ അധികമാകുമ്പോൾ ബിലിറൂബിൻ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ബ്രേക്ക് ചെയ്യുകയും അത് ബ്രെയിനിലേക്ക് കടക്കുകയും ചെയ്യും. ആ സമയത്ത് ബ്രെയിൻ സെൽസിന് അല്ലെങ്കിൽ ന്യൂറോൺസിന് ഡാമേജ് വരും. ഈ ഡാമേജ് സെറിബ്രൽ പാൾസിക്ക് കാരണമാവും. അതാണ് കർണിക്ടസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഹൈപ്പർ ബിലിറൂബിയം, അതായത് ബിലിറൂബിൻ കൂടുന്ന അവസ്ഥ. പിന്നെ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി, അതായത് വാക്വം ഡെലിവറി എന്നൊക്കെ പറയും. അതായത് ഡെലിവറി നോർമൽ ഡെലിവറി നടന്നിട്ടില്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഡെലിവറി നടത്തും, വാക്വം ഡെലിവറി ഇല്ലെങ്കിൽ സിസേറിയൻ ഡെലിവറി ഒക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ബ്രെയിൻ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്തത് പോസ്റ്റ് നേറ്റൽ കോസസ്, ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കാരണങ്ങൾ. ഈ പോസ്റ്റ് നേറ്റൽ, പ്രീനേറ്റൽ, പെരിനേറ്റൽ കോസസ് ഒക്കെ നമ്മുടെ ഈ മെൻ്റൽ റിട്ടാർഡേഷനിലും സെറിബ്രൽ പാൾസിയിലും ഒക്കെ സെയിം തന്നെയാണ്. പോസ്റ്റ് നേറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആവാം. അത് ജനിച്ചതിന് ശേഷം വരുന്ന ഇൻഫെക്ഷൻസ്. ജനിച്ചതിന് ശേഷം വരുന്ന ഏതെങ്കിലും ഇൻഫെക്ഷൻസ് നമ്മുടെ ബ്രെയിൻ ഡാമേജിന് പ്രശ്നമാകുന്നുണ്ടെങ്കിൽ അതും ഈ സെറിബ്രൽ പാൾസിക്ക് കാരണമാകും. പിന്നെ എൻസെഫലൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദി ബ്രെയിൻ ആണ്. അതായത് നമ്മുടെ ബ്രെയിൻ സെൽസിന് സംഭവിക്കുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സെൽസിന് വരുന്ന പഴുക്കുക എന്ന് പറയില്ല, പഴുപ്പ് വരും. എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം, വൈറലാവാം, ബാക്ടീരിയ ഒക്കെ കാരണം ബ്രെയിനിന് ഇൻഫെക്ഷൻ വരുന്ന അവസ്ഥയാണ് എൻസെഫലൈറ്റിസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ബ്രെയിനിൽ എഡിമ വരികയും അത് ബ്രെയിനിൻ്റെ ചില ഏരിയാസിനെ ഡാമേജ് ചെയ്യിക്കുകയും ചെയ്യും. ഇത് സെറിബ്രൽ പാൾസിക്ക് കാരണമാവും. അത് എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു മോസ്റ്റ് കോമൺ കോസാണ് സെറിബ്രൽ പാൾസിയുടെ. മെനിഞ്ചൈറ്റിസ്, നിങ്ങൾക്കറിയാം മെനിഞ്ചൽ ലെയറിങ് ഉണ്ട്. അതായത് ബ്രെയിനിൻ്റെ തലയോട്ടിയുടെ താഴെ ഡിഫറെൻറ്റ് മെനിഞ്ചൽ ലെയേഴ്സ് ഉണ്ട്. അങ്ങനെ മെനിഞ്ചൽ ലെയേഴ്സിൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്തും ഈ ഒരു സെറിബ്രൽ പാൾസി വരാൻ സാധ്യതയുണ്ട്. മെനിഞ്ചൈറ്റിസ് വരുന്ന സമയത്ത് ബ്രെയിനിലെ പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. ആ പ്രഷർ കൂടുന്നത് കൊണ്ട് തന്നെ പല ഏരിയാസിനും ഡാമേജ് വരാനും സാധ്യതയുണ്ട്. അത് സെറിബ്രൽ പാൾസിയിലേക്ക് ലീഡ് ചെയ്യാം. മീസെൽസ് എന്ന് പറയുന്ന അസുഖം, അഞ്ചാം പനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മീസെൽസ് എന്ന് പറയുന്ന അസുഖം ഈ സെറിബ്രൽ പാൾസിക്ക് കാരണമാവാം. ലെഡ് പോയ്സണിങ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഡ് എന്ന് പറയുന്നത് ഒരു പോയ്സണസ് ആയിട്ടുള്ള മെറ്റൽ അല്ലെങ്കിൽ കെമിക്കലാണ്. അത് നമ്മളുടെ ബ്ലഡിലെത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യിക്കും, സിവിയർലി ഡാമേജ് ചെയ്യിക്കും. അപ്പോൾ ലെഡ് പോയ്സണിങ് മേ ലീഡ് ടു സെറിബ്രൽ പാൾസി. ഇത്രയാണ് നമ്മുടെ പോസ്റ്റ്നേറ്റൽ കോസസ്. അപ്പം മെൻ്റൽ റിട്ടാർഡേഷനിലും സെറിബ്രൽ പാൾസിയിലും ഒക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത് 3 കോസസാണ്: പെരിനേറ്റൽ, പ്രീനേറ്റൽ, പെരിനേറ്റൽ, പോസ്റ്റ്നേറ്റൽ. പ്രീനേറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഫീറ്റസ് ലൈഫിൽ വരുന്നത്, അതായത് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ മദറിനുണ്ടാകുന്ന എന്തെങ്കിലും അസുഖ കാരണം അത് ഫീറ്റസിനെ ബാധിക്കുന്നതാണ് നമ്മുടെ പ്രീനാറ്റൽ കോസസ് എന്ന് പറയുന്നത്. പെരിനാറ്റൽ എന്ന് പറയുന്നത് ഡെലിവറിയുടെ ടൈമിൽ, അത് ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി കൊണ്ടാവാം, ഡിലേഡ് ലേബർ കൊണ്ടാവാം, ജനിച്ച ഉടനെ ഉണ്ടാകുന്ന ശ്വാസതടസ്സം കൊണ്ടാവാം. ഇതൊക്കെയാണ് നമ്മുടെ പെരിനാറ്റൽ കോസസ് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. പോസ്റ്റ്നാറ്റൽ കോസസ് എന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസോ മറ്റുള്ള ലെഡ് പോയ്സണിങ്സോ എൻസെഫലൈറ്റിസോ ഒക്കെ കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ പോസ്റ്റ്നൈറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ലാംഗ്വേജ് ഡിസോർഡറാണ് ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പഠന വൈകല്യം എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയും. പഠന വൈകല്യം. ലേണിംഗ് disability refers to a group of disorders that affect a broad range of academic and functional skills. Example, writing, reading, reasoning, mathematical conclusions, etc. അപ്പോൾ ഈ ഒരു അക്കാഡമിക്കൽ സ്കിൽസിനെ, അതായത് നമ്മൾ എഴുതുക, വായിക്കുക, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുക, ഇങ്ങനെയുള്ള അക്കാഡമിക്കൽ സ്കിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന അസുഖത്തിനെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. പല ടൈപ്സ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി. പ്രധാനമായും 3 തരം ലേണിംഗ് ഡിസബിലിറ്റിയാണുള്ളത്. ഫസ്റ്റ് വൺ, ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ മീൻസ് ഡിഫിക്കൽട്ടി ഇൻ റീഡിങ്, വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അതിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്.
അടുത്താണ് ഡിസ്ഗ്രാഫിയ, ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ്, എഴുതാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസ്കാൽക്കുലിയ, ഡിഫിക്കൽട്ടി ഇൻ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, അതായത് കണക്ക് കൂട്ടുന്നതിന് എഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ടൈപ്പ് ഡിസോർഡേഴ്സാണ് ഉള്ളത്. ലേണിംഗ് ഡിസബിലിറ്റിയിൽ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി കോസസ്, ഹെറിഡിറ്ററി, ആദ്യത്തെ ഹെറിഡിറ്ററി കോസസ് ആണ്, അതായത് ഇൽനെസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ബർത്ത്, ഡ്രഗ് ഓർ ആൽക്കഹോൾ കൺസപ്ഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി. അത് നമ്മൾ ഹെറിഡിറ്ററി കോസസ് എന്ന് പറയുന്നത് ആദ്യത്തെ കോസാണ്, അതായത് പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങൾ. ഇപ്പം നമ്മളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും, അല്ലെങ്കിൽ അമ്മയുടെ കുടുംബത്തിലോ അച്ഛൻ്റെ കുടുംബത്തിലോ ആർക്കെങ്കിലും ലാംഗ്വേജ് ഡിസോർഡേഴ്സിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതാണ് ഇൽനെസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ബർത്ത്, അതായത് ഇതിനെ പറയുന്നത് നമ്മൾ പെരിനാറ്റൽ കോസിലാണ് ഇതിനെ ഉൾപ്പെടുത്തുന്നത്. പെരിനാറ്റൽ ആൻഡ് പോസ്റ്റ്നാറ്റൽ കോസ്, അതായത് ഡ്രഗ് ഓർ ആൽക്കഹോൾ കൺസംഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി, ഫിസിക്കൽ ട്രോമ, പുവർ ഗ്രോത്ത് ഇൻ യൂട്രസ്, ലോ ബർത്ത് വെയ്റ്റ്, പ്രീമച്വർ ഓർ പ്രൊലോങ്ഡ് ലേബർ. അതായത് ആദ്യം ഡ്രഗ് ഓർ ആൽക്കഹോൾ കൺസപ്ഷൻ. ആൽക്കഹോൾ കൺസപ്ഷൻ ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റീൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ട്. അതായത് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത് മദറാണ്. മദർ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, പ്രഗ്നൻസി ടൈമിൽ മദർ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്തത് ഫിസിക്കൽ ട്രോമ. ഫിസിക്കൽ ട്രോമ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുണ്ടാകുന്ന ക്ഷതങ്ങളാണ്. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ട്രോമാസ് പ്രധാനമായിട്ടും വീഴ്ചകളാണ്. അമ്മ എവിടെയെങ്കിലും വഴുക്കി വീഴുക, ബാത്റൂമിൽ വീഴുക, ഇങ്ങനെയൊക്കെ കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് ഫീറ്റസിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. കാരണം അത് ട്രോമയാണ്, ഒരാഘാതമാണ് ഉണ്ടാക്കുന്നത്. അത് കുട്ടിയുടെ ബ്രെയിനിൽ ആഘാതം ഉണ്ടാക്കും, അതുവഴി ഡെവലപ്മെൻറ്റിന് പ്രശ്നം ഉണ്ടാകും. അത് ഇറ്റ് മേ ലീഡ് ടു ലേണിംഗ് ഡിസബിലിറ്റി. പിന്നെ പുവർ ഗ്രോത്ത് ഓഫ് ദി ഫീറ്റസ്, അതായത് നമ്മുടെ ഗർഭാവസ്ഥയിലുള്ള ഫീറ്റസിൻ്റെ ഗ്രോത്ത്, യൂട്രസിൽ ഉണ്ടാകുന്ന ഫീറ്റസിൻ്റെ ഗ്രോത്ത് കുറയുന്നത് ഒരു കാരണമാണ്. പിന്നെ ലോ ബർത്ത് വെയ്റ്റ്, ജന്മനാ തൂക്കം കുറവാണെങ്കിൽ അത് അങ്ങനെയുള്ള കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി കൂടുതലായിട്ട് കാണാറുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. മാൽന്യൂട്രീഷൻ ഒരു കാരണമാണ്, മദറിൻ്റെ മാൽന്യൂട്രീഷൻ ഒരു കാരണമായിരിക്കാം. അടുത്താണ് പ്രീമച്വർ ഓർ പ്രൊലോങ്ഡ് ലേബർ. പ്രീമച്വർ എന്ന് പറഞ്ഞാൽ മാസം തികയാതെയുള്ള പ്രസവമാണ് പ്രീമച്വർ ഡെലിവറി എന്ന് പറയുന്നത്. പ്രീമച്വർ ഡെലിവറി, പ്രൊലോങ്ഡ് ലേബർ, അതായത് കുറേ സമയം എടുത്തിട്ടുള്ള പ്രസവം, അത് പല കാരണം കൊണ്ടും കുറേ സമയം പ്രൊലോങ്ഡ് ആയി പോകും ലേബർ. അങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ ഓക്സിജൻ ഡെഫിഷ്യൻസി വരാം. അത് ഒരു ന്യൂറോജനിക് പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യുകയും അതുവഴി നമ്മൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി മാനിഫെസ്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്ട്രെസ് ഡ്യൂറിങ് ഇൻഫൻസി, എ സ്ട്രെസ്ഫുൾ ഇൻസിഡൻറ്റ് ആഫ്റ്റർ ബർത്ത് സച്ച് ആസ് ഹൈ ഫീവർ, ഹെഡ് ഇഞ്ചുറി ഓർ പുവർ ന്യൂട്രീഷൻ. അതായത് നമ്മുടെ ഇൻഫൻസി പീരീഡിൽ, ഇൻഫൻസി എന്ന് പറഞ്ഞാൽ ജനിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങളാണ് ഇൻഫൻസി പീരീഡ് എന്ന് പറയുക. അപ്പോൾ അവിടെ ആ സമയത്ത് ഉണ്ടാകുന്ന ചില പനികൾ, ഇപ്പം ചിക്കൻ ബോക്സോ അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. ഹെഡ് ഇഞ്ചുറി, അതായത് തലയടിച്ചിട്ട് എന്തെങ്കിലും പരിക്കുകൾ പറ്റുകയാണെങ്കിൽ അതും മേ ലീഡ് ടു ലേണിംഗ് ഡിസബിലിറ്റി. പുവർ ന്യൂട്രീഷൻ, മാൽന്യൂട്രീഷൻ, അതായത് നമ്മൾ പോഷക സമൃദ്ധമായ ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ അത് ലേണിംഗ് ഡിസബിലിറ്റീനെ കാരണമാവും. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഇൻക്രീസ് എക്സ്പോഷർ ടു ടോക്സിൻ സച്ച് ആസ് ലെഡ്. നേരത്തെ എല്ലാ ലാംഗ്വേജ് ഡിസോർഡേഴ്സിലും നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് ലെഡ് ഇൻടോക്സിക്കേഷൻ, ലെഡ് ടോക്സിക്കേഷൻ. ലെഡ് ഒരു വിഷവസ്തുവാണ്. അത് നമ്മളെ എങ്ങനെയെങ്കിലും കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് ഒരു ന്യൂറോജനിക് പ്രശ്നം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഡിസോർഡർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. പെയിൻറ്റ്, സെറാമിക്സ്, ടോയ്സ്, ഇതിലൊക്കെ ലെഡിൻ്റെ അംശം കൂടിയിട്ടുണ്ട്. പെയിൻറ്റിലൊക്കെ പ്രത്യേകിച്ചും നന്നായിട്ട് ലെഡ് അടങ്ങിയിട്ടുണ്ട്. ലെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല വസ്തുക്കളിലും ലെഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, അവർ വായിലൊക്കെ ഇടുകയാണെങ്കിൽ അവർക്ക് ലെഡ് ഇൻടോക്സിക്കേഷൻ വരാം. അത് ഒരു പക്ഷേ ഈ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് വരും. അതിൽ ലാംഗ്വേജ് IQ വാല്യുവേഷൻ ചെയ്യും. IQ വാല്യുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഈ IQ ടെസ്റ്റ് ചെയ്യാണ്. കാരണം അത് മെൻ്റൽ റിട്ടാർഡേഷൻ കൊണ്ടും ഈ സ്കോളസ്റ്റിക് പെർഫോമൻസ് അല്ലെങ്കിൽ അക്കാഡമിക് പെർഫോമൻസ് കുറയാം.
അപ്പോൾ മെൻ്റൽ റിട്ടാർഡേഷനെയും ഈ ലേണിംഗ് ഡിസബിലിറ്റിനെയും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IQ ഇവാലുവേഷൻ ചെയ്യുന്നത്. പിന്നെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷനിൽ നമ്മൾ ഈ ലാംഗ്വേജ് ടെസ്റ്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്യും. നേരത്തെ പറഞ്ഞ റീൽസ് പോലെയുള്ള ലാംഗ്വേജ് ടെസ്റ്റുകളും അഡ്മിനിസ്റ്റർ ചെയ്യും. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള അക്കാഡമിക് സ്കിൽസ് നോക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. അതായത് അക്കാഡമിക് സ്കിൽ ടെസ്റ്റുകൾ ഈ നമ്മളുടെ ലേണിംഗ് ഡിസബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് യൂസ് ചെയ്യാറുണ്ട്. ആ ടെസ്റ്റ് മെറ്റീരിയൽസും നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ്. പിന്നെ ന്യൂറോജനിക് പ്രശ്നമായതുകൊണ്ട് ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ന്യൂറോളജിക്കൽ ഇവാലുവേഷനും നമ്മൾ ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റിയിൽ ചെയ്യും. ലേണിംഗ് ഡിസബിലിറ്റി സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുന്നത് അക്കാഡമിക് സ്കിൽസാണ്. അക്കാഡമിക് സ്കിൽസിൽ തന്നെ നമ്മൾ റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണോ എഫക്റ്റ് ചെയ്തതെന്ന് നമ്മൾ പിൻ പോയിൻ്റ് ചെയ്തിട്ട് നോട്ട് ചെയ്യും. അപ്പോൾ ചില കണ്ടീഷനിൽ ഓവറോൾ പ്രശ്നം വരും. അതായത് റീഡിങ്ങിൽ വരും, റൈറ്റിങ്ങിൽ വരും, കാൽക്കുലേഷൻസിൽ വരും. ഈ ഓവറോൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഇതിൽ ഓവറോൾ പ്രശ്നങ്ങൾ വരുന്നത് മൂന്നിലും പ്രശ്നങ്ങൾ വരുന്ന ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഇഷ്യൂ മാത്രമുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. അതായത് റീഡിങ്ങിൽ മാത്രം, അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ മാത്രം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിൽ മാത്രം പ്രോബ്ലം, ഇല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ പ്രോബ്ലം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലും റൈറ്റിങ്ങിൽ മാത്രം പ്രോബ്ലം, റീഡിങ് ഓക്കെ, അങ്ങനെയൊക്കെ മാറി മാറി പല കോമ്പിനേഷനിലും നമ്മൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ മീൻസ് അതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം നമ്മളെ ജനറൽ കേസ് ഹിസ്റ്ററിയിൽ ഈ അക്കാഡമിക് സ്കിൽസിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കാരണം ഒരു അക്കാഡമിക് സ്കിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസോർഡർ ആയതുകൊണ്ട് അക്കാഡമിക് സ്കിൽസിനെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അതിൻ്റെ ഈ കാൽക്കുലേഷൻസും റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലേണിംഗ് ഡിസബിലിറ്റീനെ അസസ് ചെയ്യുന്നത്. ഓക്കെ.